ഹലോ ഡിയാസ്, ഞാനിന്ന് ഓറ്റു പാർക്കിലേക്ക് കേട്ടോ പോകുന്നത്. മുഖത്തൊക്കെ നിറച്ച് കുരുകളാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. അവരെല്ലാവരും കൂടെ കൊണ്ട് ഓറ്റു പാർക്കിലേക്ക് പോകാം കേട്ടോ. നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. ഒരു 10-10:45 ആയപ്പോൾ അവിടെ എത്തി. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അറിഞ്ഞു അവിടെ എന്തോ ഒരു പാർട്ടിയുടെ സമ്മേളനം നടക്കുമായിരുന്നു. നല്ല തിരക്കും നല്ല ബഹളമായിരുന്നു. ഫസ്റ്റ് ടൈം ആട്ടോ നമ്മളിവിടെയൊക്കെ പോകുന്നത്. അങ്ങോട്ട് പ്രതീക്ഷിച്ചത്ര ആസ്വദിക്കാനൊന്നും പറ്റിയില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. നല്ല കണ്ടില്ലേ, വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. മൊത്തം കുടികളൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തേക്ക് ഒന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യമായിട്ടും ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ പറയും പോലെയൊന്നും ഒരുപാടൊന്നുമില്ല. അത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, എന്നാലും ഒരു ആവറേജ് അത്രേ പറയാൻ പറ്റുള്ളൂ. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു കുറച്ച് ഐറ്റംസ് മാത്രമേ അവിടെ ഉള്ളൂ. പാസിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് 30 രൂപ, വലിയവർക്കും ചെറിയവർക്കും ഒരാൾക്ക് 30 രൂപ കേട്ടോ. ഞങ്ങൾ ഒരു 5-6 പേരുണ്ടായിരുന്നു, കുട്ടികളും എല്ലാവരും കൂടി. പാർട്ടി പരിപാടിയൊക്കെ ആയതുകൊണ്ട്, നല്ല തിരക്കായതുകൊണ്ട് വലുതായിട്ടൊന്നും ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ല. കുട്ടികളൊക്കെ കണ്ട പാടെ തന്നെ കയറി ഇറങ്ങുന്നുണ്ട്. അവരൊക്കെ നല്ലതുപോലെ ആസ്വദിച്ചു. ഈ കറങ്ങുന്ന എല്ലാം നമ്മുടെ വീട്ടിലാട്ടോ. ഈ കുട്ടിപ്പട്ടാളങ്ങളെ കൊണ്ടാട്ടോ നമ്മൾ പോയി. അവരൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ വന്നിട്ട് അവിടെ ഒരു നാച്ചുറൽ പാർക്ക് പോലെയൊക്കെ, ഒരു ഗ്രീൻ ഹൗസ് പോലെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഇരിക്കാനൊക്കെ സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേർഡ്സിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ വരുന്നുണ്ട്. അവിടെ നമുക്ക് അവിടെ നല്ല ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കുറച്ച് ബേർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ആ ബേഡ്സിന് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം കേട്ടോ. ഫുഡ് കൊടുക്കാൻ നമുക്ക് അടുത്തൊക്കെ വയ്ക്കാം വേണമെങ്കിൽ. അവിടെ ആൾ നിൽപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ പാസ് എടുത്തിട്ട് അതൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിന് നമുക്ക് ഫുഡ് തരും. ആ ഫുഡ് വാങ്ങിച്ചു തന്നെ നമ്മൾ കൊടുത്താൽ മതി. അതൊക്കെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ വന്നിട്ട് സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് അകത്തോട്ട് നല്ല സ്പേസൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ചൊക്കെ അട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രാവിൻ്റെ കൂടൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോ പോസിങ്ങിനുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അവിടെയൊക്കെ കുറച്ച് ഐറ്റംസ് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അവിടെ അങ്ങോട്ടൊക്കെ പാർട്ടി പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. ഇവിടേക്ക് ഫോട്ടോ പോസേജിനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സ്പോർട്സ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലായിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ക്ലോസിങ് ആയിരുന്നു കേട്ടോ. അവിടെ പരിപാടി നടക്കുന്നതുകൊണ്ടാവാം അതൊന്നും ഓപ്പണിംഗ് അല്ലായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഇവിടെ കുറച്ച് ഒരു ചെറിയൊരു കൂടാരം പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് അക്വേറിയം വരുന്നുണ്ട്. ഫിഷ് അത് ഒരുപാടങ്ങ് വലുതൊന്നുമല്ല, ഒരു ചെറിയ സ്മോൾ ആയിട്ടുള്ളൊരു അക്വേറിയം കേട്ടോ. കുറച്ചൊരു 2-3 കൂടൊക്കെ വരുന്നൊരു അക്വേറിയം. ഇത്രേ വരുന്നുള്ളൂ. പിന്നെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. അവിടെ നമ്മുടെ പണ്ടകാലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ കിണറൊക്കെ വരുന്നുണ്ട്. നല്ല രസമാട്ടോ കിണറൊക്കെ കാണാൻ. ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കുറച്ചൊക്കെ തണലും ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് കണ്ടില്ലേ, ആ ഓലക്കൂടാരം കണ്ടോ, അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. പണ്ട് കാലത്തെ ഊരുള്ള അതുപോലെ
പണ്ട് കാലങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയൊക്കെ ഉണ്ടല്ലോ, പെട്ടി, അതുപോലെ ഉറി, അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ വിളക്ക്, നമ്മുടെ പണ്ട് കാലങ്ങളിലെ കിണർ, അതൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം, പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ അധിക നേരം നിന്നില്ല കേട്ടോ, നല്ല വെയിലുമായിരുന്നു, നല്ല തിരക്കുമായിരുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പ്രതീക്ഷിക്കാനൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഓക്കെയാണ്.